വയ്ക്കാമെന്ന്. ഏറ്റവും എളുപ്പം വയ്ക്കാവുന്നൊരു സാമ്പാറാണ്. വെണ്ടയ്ക്ക, തക്കാളി, ഈ ഒരു സവാള ഇതുകൊണ്ടുള്ള ഒരു സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദോശ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നെയ്യ് ഒഴിക്കുകയാണ്. നല്ല നെയ് റോസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല നെയ്യ് റോസ്റ്റ് പോലെ നല്ല നെയ്യ് റോസ്റ്റ് ഉണ്ടോ. ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാനുള്ള പരിപാടി ചെയ്യാം. കടുകിട്ടു, കടുക് പൊട്ടിയിട്ടുള്ളത് കുറച്ച് കരിവേപ്പില വെച്ചു. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ആദ്യം സവാള ഒന്ന് വാടട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം സാമ്പാർ. ദോശ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് സാമ്പാറും റെഡിയാവും. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ടിട്ട് ലേശം ഇട്ട് കൊടുത്താൽ മതി. കാരണം പരിപ്പിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദോശ ഇത് കണ്ടോ, നെയ് റോസ്റ്റ് ഉണ്ടോ, നെയ് റോസ്റ്റ് റെഡിയായി. ഞങ്ങൾക്കും, എനിക്കും ചേട്ടനും, പിന്നെ ഞാൻ എല്ലാ ദിവസവും കിളികൾക്ക് കൊടുക്കും. അവർക്കുള്ള ദോശ റെഡിയായി. സാമ്പാറിൻ്റെ വാടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വാട്ടുന്ന സവാളയിൽ വെണ്ടയ്ക്ക നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ നമ്മുടെ തക്കാളി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് വേവില്ല. പുളിയല്ലേ, തക്കാളി പുളിയാണ്. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടിക്കോട്ടെ. ഒന്നുകൂടി അടച്ചു വയ്ക്കാം.